മുഖ്യാതിഥിയെ കാത്തുനിന്ന് കുഴഞ്ഞുപോയ ബഡ് സ്കൂൾ കുട്ടികളും യൂത്ത് കോൺഗ്രസ് സമരക്കാരെ കാത്തു ക്ഷീണിച്ച മലപ്പുറം പോലീസും. രാഷ്ട്രീയക്കാർക്ക് ഒരിക്കലും പാലിക്കാൻ കഴിയാത്ത കാര്യമാണ് സമയനിഷ്ഠ. അതിലെ ഏറ്റവും ഖേദകരമായ 2 സംഭവങ്ങളാണ് ഇന്ന് മലപ്പുറത്ത് നടന്നത്. രണ്ടും ഖേദകരമെന്ന് പറയാതെ വയ്യ. രാവിലെ 10:30 യൂത്ത് കോൺഗ്രസിന്റെ SP ഓഫീസ് മാർച്ച് അനൗൺസ് ചെയ്തിരുന്നത്. രാവിലെ 9:30 ആയപ്പോഴേക്കും നഗരം മുഴുവൻ പല ഭാഗത്തും പോലീസ് സജ്ജമായി നിന്നു. 10:30, 11:30 12 പ്രകടനം എത്തിയില്ല. അവസാനം 12:30 കഴിഞ്ഞപ്പോഴാണ് പ്രകടനം എത്തിയത്. വനിതകളടക്കമുള്ള പോലീസുകാർ മാറി മാറി വരുന്ന മഴയും വെയിലും കൊണ്ട് നഗരവീതിയിൽ കാത്തുനിന്നു. 2 മണിക്കൂർ വൈകിയത് കൊണ്ട് 3 മണിക്കൂർ അവർ റോഡിൽ പോസ്റ്റായി നിന്നു എന്ന് ചുരുക്കം. അതിൽ മുദ്രാവാക്യത്തിൽ ആർത്തു വിളിച്ച പിണറായി പോലീസ് മാത്രമല്ല, സ്വന്തം പാർട്ടി അനുഭാവികളായ കാക്കിധാരികളുമുണ്ടെന്ന് കൂടി ഓർക്കുക. രണ്ടാമത്തെ കാര്യം, മലപ്പുറം നഗരസഭയിൽ ഇന്ന് തുടക്കം കുറിച്ച മധുപൂറും മലപ്പുറം ഉദ്ഘാടനമാണ്. എത്ര മധുരമുള്ളതാണെങ്കിലും ബഡ് സ്കൂൾ വിദ്യാർത്ഥികളെയും വയോവൃദ്ധരെയും മുഖ്യാതിഥിയെ കാത്ത് അവിടെ മണിക്കൂറുകളോളം കുത്തിയിരിപ്പിച്ചത് അത്ര മധുരമല്ലാത്ത കാര്യമായി. പകൽ വീട്ടിലെ വൃദ്ധരായവരും ഇവിടെ കാണികളായി എത്തിയിരുന്നു. 1.5 മണിക്കൂറിലേറെ സമയമാണ് ഇവർ ഉദ്ഘാടകനെ കാത്തിരുന്നത്. അതിൻ്റെതായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും പലരും നേരിടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സമയനിഷ്ഠയിൽ രാഷ്ട്രീയ നേതാക്കൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെപ്പോലെ തന്നെ അവർക്കും അവരുടേതായ തിരക്കുകൾ ഉള്ളവർ തന്നെയാണ്. ആ ഒരു പരിഗണന അല്പമെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണമെന്ന് സവിനയം ഉണർത്തുന്നു. SS ന്യൂസ്, മലപ്പുറം. SS മീഡിയ, മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.